എമ്പുരാൻ സിനിമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം പുകയുകയാണ്. സിനിമയുടെ മറവിൽ ജിഹാദി അജണ്ട ഒളിച്ചു കടത്തിയെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇടത് ജിഹാദി ഗൂഢാലോചനയാണ് നടന്നതെന്ന് ആരോപിച്ച് RSS ദേശീയ നേതാവ് A. ജയകുമാർ രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരണം. ചിത്രത്തിൽ ജിഹാദി അജണ്ട ഒളിഞ്ഞു കടത്തിയതിന് പിന്നിൽ പൃഥ്വിരാജാണെന്ന വിമർശനവും ശക്തമാണ്. നാടിനെയും ഭരണകൂടത്തെയും പൃഥ്വിരാജും കൂട്ടരും ചതിക്കുകയായിരുന്നുവെന്ന് ഫേസ്ബുക്ക് പ്രതികരണത്തിൽ ആരോപിക്കുന്നു. ഇടത് ജിഹാദി ആശയ പ്രചാരണത്തിന് തന്ത്രപൂർവ്വം മോഹൻലാലിന്റെ താരമൂല്യം പൃഥ്വിരാജ് ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. 59 രാമസേവകർ വെന്തുമരിച്ച ഗോത്ര സംഭവത്തെ മറച്ചുവെച്ചും ഒരു മതത്തെ കലാപകാരികളാക്കിയുമുള്ള ജിഹാദി കഥാതന്തു മോഹൻലാലിൽ നിന്നും നിർമ്മാതാവ് ഗോകുലം ഗോപാലിൽ നിന്നും സംവിധായകൻ പൃഥ്വിരാജ് മറച്ചുവെക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് എമ്പുരാനിൽ ഒളിച്ചു കടത്തിയ ജിഹാദി താല്പര്യങ്ങൾ തുറന്നു കാണിച്ചുള്ള നിരവധി പോസ്റ്റുകൾ വരുന്നത്. NIA പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസത നഷ്ടപ്പെടുത്തിയത് എന്തിനെന്നും ആർക്കു വേണ്ടിയെന്നുമുള്ള ചോദ്യമുയർത്തുകയാണ് RSS നേതാവ് A. ജയകുമാർ. ദേശീയ നേതാവ് J. നന്ദകുമാറും സിനിമയുടെ അജണ്ട തുറന്നു കാണിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കാതെയുമാണ് മോഹൻലാലും ഗോകുലം ഗോപാലിനും എത്തിയതെന്നും പോസ്റ്റിലുണ്ട്. ഇത്തരം സിനിമകളിലൂടെ ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് മലയാളികളെ കൊണ്ടുപോകാമെന്ന ധാരണകൾ തന്നെയാണ് പ്രേക്ഷകർ മാറ്റിക്കൊടുക്കുന്നത്. സിനിമയുടെ ദുരുദ്ദേശങ്ങൾ മനസ്സിലായതോടെ വലിയ തോതിലാണ് ടിക്കറ്റ് ക്യാൻസലേഷൻ നടക്കുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. എമ്പുരാന്റെ അജണ്ടയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതോടെ നിർമ്മാതാക്കളായ ലൈക്കയും പിന്മാറിയെന്നാണ് വ്യക്തമാകുന്നത്. ജനം, കൊച്ചി.